ഇന്നത്തെ നമ്മുടെ ക്ലാസ് അനലിറ്റിക്കൽ സ്കൂളിനെ കുറിച്ചാണ്. അനലിറ്റിക്കൽ സ്കൂൾ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് അനലിറ്റിക്കൽ സ്കൂൾ. അപ്പോൾ എന്താണ് അനലിറ്റിക്കൽ സ്കൂൾ എന്നുള്ളത് നമുക്ക് കിടക്കാം. അനലിറ്റിക്കൽ സ്കൂളിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ബെന്താമാണ്, ഫാദർ ഓസ്റ്റിനാണ്. അതുകൊണ്ട് ഓസ്റ്റീനിയൻ സ്കൂൾ എന്നും വിളിക്കുന്നു. സാൽമണ്ട് സിസ്റ്റമാറ്റിക് സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന ഈ അനലിറ്റിക്കൽ സ്കൂൾ അല്ലെങ്കിൽ ഓസ്റ്റീനിയൻ സ്കൂളിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പ്രൊഫസർ അലൻ ആണ് ഇതിനെ ഇംപറേറ്റീവ് സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞ്. ഇതിനകത്തുള്ള എല്ലാ ജൂറിസ്റ്റുമാർക്കും ഒരേ ഒരു ഐഡിയ ഉള്ളൂ, അതായത് ലോ ഇസ് എമിനേറ്റിംഗ് ഫ്രം സ്റ്റേറ്റ് അല്ലെങ്കിൽ സോവറിൻ എന്ന് പറയുന്ന ഐഡിയ. അപ്പോൾ നമുക്ക് ബെന്താം ഫൗണ്ടറായിട്ടുള്ള ബെന്താമിൻ്റെ കോൺസെപ്റ്റിലേക്ക് കിടക്കാം. അതായത് ബെന്താമാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് എക്സ്പോസിറ്ററൽ ആൻഡ് സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസ് തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്ത വ്യക്തിയാണ് ബെന്താം. എക്സ്പോസിറ്ററൽ ലോ എന്ന് പറയുന്ന വാട്ട് ലോ ഈസ് എന്നാണ്, സെൻസോറിയൽ ലോ വാട്ട് ലോ ഓർ ടു ബി എന്നാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റിങ്വിഷ്മെൻറ്റ് കൊണ്ടുവന്ന വ്യക്തിയാണ് ബെന്താം. Law is the assemblage of science declaration of violation conceived or adopted by the state. ഇങ്ങനെ ലോയിനെ ഡിഫൈൻ ചെയ്ത വ്യക്തിയാണ് ബെന്താം. ബെന്താമിൻ്റെ മെയിൻ തിയറി ആയിട്ടുള്ളതാണ് യൂട്ടിലിറ്റേറിയൻ തിയറി. അതായത് ഒരു ലെജിസ്ലേറ്റർ ഒരു ലോ ഉണ്ടാക്കുമ്പോൾ ആ ലോ ആ സമൂഹത്തിന് കൂടുതൽ സന്തോഷവും കുറച്ച് പേർക്ക് മാത്രമേ ഒരു സങ്കടമോ അല്ലെങ്കിൽ പെയിനോ അതിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള എഫക്ട്സോ എന്തെങ്കിലും ഉണ്ടാകാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ ലേബർ ലോസ്, അതേപോലത്തെ വെൽഫെയർ ലെജിസ്ലേഷൻസ്, ലാൻഡ് റിഫോംസ്, അതൊക്കെ ലാൻഡ് ലോഡ്സിനൊക്കെ ഒരു സങ്കടവും അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊരു ചെറിയൊരു സമൂഹമായിരുന്നു. എന്നാൽ കൂടുതൽ പേർക്കും അത് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് നല്ലൊരു തിയറിയാണെന്ന് യൂട്ടിലിറ്റേറിയൻ തിയറി വെച്ചിട്ട് നമുക്കത് പറയാം. അതുകൊണ്ട് ആ ഡോക്ടറിനെ വേണമെങ്കിൽ നമുക്ക് ഡോക്ടറിൻ ഓഫ് ഹെഡോണിസം എന്ന് വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. പിന്നെ ബെന്താം അതുകൊണ്ട് തന്നെ വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയും കൂടിയാവുന്നു. വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ലേസിസ് ഫെയർ എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് മിനിമം ഇൻ്റർഫറൻസ് ഓഫ് ദി സ്റ്റേറ്റ് ഇൻ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്. ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്. ആക്സെപ്റ്റഡ് ദ ഡിവിസിബിലിറ്റി ഓഫ് ദ സോവറിനിറ്റി ഡിവൈഡഡ് ആയിട്ട് നിൽക്കാം എന്ന് പറയുന്ന സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ് ബെന്താം. പക്ഷേ ഓസ്റ്റിൻ ആണെങ്കിൽ സോവറിനിറ്റി ഡിവൈഡബിൾ അല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹി ഓൾസോ സപ്പോർട്ടഡ് ദ കോഡിഫൈഡ് ലോ. ബെന്താമിൻ്റെ മേജർ ആയിട്ടുള്ള ലീഗൽ വർക്ക്സ് ആണ് ലോസ് ഇൻ ജനറൽ, ഇൻട്രൊഡക്ഷൻ ടു പ്രിൻസിപ്പിൾസ് ഓഫ് മോറൽസ് ആൻഡ് ലെജിസ്ലേഷൻ, ലിമിറ്റ്സ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻഡ് ആൻഡ് തിയറി ഓഫ് ലെജിസ്ലേഷൻ. ഇതിനകത്ത് ലിമിറ്റ്സ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻഡ് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ ഓസ്റ്റിൻ്റെ ഒരു ലീഗൽ വർക്കുണ്ട് പ്രോവിൻസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻഡ്. പ്രോവിൻസ് വന്നിരിക്കുന്ന ഓസ്റ്റിനും ബെന്താമിന് ലിമിറ്റ്സുമാണ് ഉള്ളതെന്ന് നോക്കുക. പിന്നെ ഓസ്റ്റിൻ്റെ കോൺസെപ്റ്റ്. ഓസ്റ്റിനാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ജൂറിസ്പ്രുഡൻസ് അല്ലെങ്കിൽ ഓസ്റ്റീനിയൻ സ്കൂൾ, അനലിറ്റിക്കൽ സ്കൂൾ എന്ത് തന്നെയാണെങ്കിലും പേര് മാറിയാലും കോൺസെപ്റ്റ് സെയിം ആണ്. ഹി ഡിവൈഡഡ് ദ ജൂറിസ്പ്രുഡൻസ് ഇൻറ്റു ജനറൽ ആൻഡ് പർട്ടിക്കുലർ ജൂറിസ്പ്രുഡൻസ്. ഇത് രണ്ടാക്കി തിരിച്ച വ്യക്തിയാണ് ഓസ്റ്റിൻ. സാൽമണ്ട് ആണെങ്കിൽ പർട്ടിക്കുലർ ജൂറിസ്പ്രുഡൻസിന് മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. ഇപ്പം ജനറൽ ജൂറിസ്പ്രുഡൻസ് എന്ന് വെച്ചാൽ ഒരു ഡോക്ടറിൻ ഉണ്ടെങ്കിൽ അതെല്ലാ നേഷൻസിനും കോമൺ ആണ് എന്ന് പറയുന്നതാണ് ജനറൽ ജൂറിസ്പ്രുഡൻസ്. പർട്ടിക്കുലർ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്പെസിഫിക് ആയിട്ടുള്ള നേഷൻസിന് മാത്രം ബാധകമാവുന്ന ഒന്നാണ് സ്പെസിഫിക് ജൂറിസ്പ്രുഡൻസ്. വർക്ക്സും ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, അതായത് പ്രോവിൻസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻഡ് എന്ന് പറയുന്ന ലീഗൽ വർക്ക് ഓസ്റ്റിൻ്റെയാണ്. ലിമിറ്റ്സ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻഡ് ബെന്താമിൻ്റെയാണ്. എ പ്ലീ ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ, ലെക്ചേഴ്സ് ഓൺ ജൂറിസ്പ്രുഡൻസ്, ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഓസ്റ്റിൻ്റെ ലീഗൽ വർക്ക്സ് ആണ്, ബുക്സ് ആണ്. പിന്നെ ലോസ് ആർ ഡിവൈഡഡ് ഇൻ ടു ലോസ് പ്രോപ്പർലി സോ കോൾഡ് ആൻഡ് ലോസ് ഇംപ്രോപ്പർലി സോ കോൾഡ്. അതായത് സോവറിൻ വഴി വരുന്നതെല്ലാം ലോസ് പ്രോപ്പർലി സോ കോൾഡ് ആണ്. സോവറിൻ പറയാത്ത ലോസ് അല്ലെങ്കിൽ കസ്റ്റമറി ലോസ് അതെല്ലാം ട്രീറ്റി ലോസ്. ഫോർ എക്സാമ്പിൾ ട്രീറ്റി ലോസ് പബ്ലിക് ഇൻ്റർനാഷണൽ ലോയിൽ അണ്ടറിൽ വരുന്ന ട്രീറ്റി ലോസ് എല്ലാം ലോസ് ഇംപ്രോപ്പർലി സോ കോൾഡ് ആണെന്ന് ഓസ്റ്റിനാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എലമെൻറ്റ്സ് ഓഫ് ലോ. ലോ ഇസ് ദ കമാൻഡ് ഓഫ് ദ സോവറിൻ എന്നാണ് ഓസ്റ്റിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ കമാൻഡ് ഫസ്റ്റ് മേജർ എലമെൻറ്റ്. ആ കമാൻഡിൻ്റെ ഒപ്പം നമ്മൾ ഇത് അബൈഡ് ചെയ്യണം എന്നുള്ളത് സെക്കൻഡ് എലമെൻറ്റ്, അതായത് ഡ്യൂട്ടി. ഈ ഡ്യൂട്ടി നിങ്ങൾ ഇവേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പണിഷ്മെൻറ്റ് ഉണ്ടാകും എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ എലമെൻറ്റ്. അങ്ങനെ 3 എലമെൻറ്റ്സ് ആണ് ഓസ്റ്റിൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഓസ്റ്റിൻ്റെ കോൺസെപ്റ്റിന് കുറേ അധികം ക്രിറ്റിസിസം കേൾക്കുകയുണ്ടായി. അതാണ് കസ്റ്റംസിനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. സോവറിൻ അല്ല കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. പിന്നെ സാങ്ഷൻ ഈസ് നോട്ട് അവൈലബിൾ അണ്ടർ ലോസ് ടു റിപ്പീൽ ലോസ്. ഇപ്പോൾ ചില നിയമങ്ങൾ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇനി തൊട്ടുള്ള ഈ നിയമമായിരിക്കും ഫോളോ ചെയ്യുന്നത്, പഴയ നിയമങ്ങളെ നമ്മൾ റിപ്പീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് കൊണ്ടുവരുന്നത്. അതങ്ങനെ വരുന്ന അതിനൊന്നും സാങ്ഷൻ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കിട്ടുകയില്ല. അപ്പം അങ്ങനത്തെ ലോസിനൊക്കെ സ്റ്റെബിലിറ്റി ചോദ്യം ചിഹ്നമായിട്ട് വന്നപ്പോഴത്തേക്കും ഇതിന് ഓസ്റ്റിൻ്റെ കോൺസെപ്റ്റിന് കുറച്ച് ക്രിറ്റിസിസം കേൾക്കുകയുണ്ടായി. പിന്നെ സോവറിനിറ്റി എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ ഇൻ്റലക്ട് ബീയിങ് ഹാവിങ് ദ പവർ ടു കമാൻഡ് ഹാബിച്വൽ ഒബീഡിയൻസ് ഫ്രം ദ പീപ്പിൾ ആണ് സോവറിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഓസ്റ്റിൻ്റെ കൺസെപ്റ്റിൽ ഈ സോവറിന് അൺലിമിറ്റഡ് പവേഴ്സ് ഉണ്ട്, ഇൻഡിവിസിബിൾ ആണ്, കണ്ടിന്യൂറ്റി ഓഫ് ദ പവറും ഉണ്ട്. ഈ സ്കൂളിലെ അടുത്ത വ്യക്തിയാണ് H.L.A.Hart. H.L.A.Hartൻ്റെ വർക്ക് കോൺസെപ്റ്റ് ഓഫ് ലോ ആണ്.
വേർ ദർ ഇസ് ലോ ഹ്യൂമൻ കണ്ടക്ട് ഈസ് ഒബ്ലിഗേറ്ററി എന്ന് പറയുന്നത് H.L.A.Hartൻ്റെ തിയറിയാണ്. ഹ്യൂമൻ കണ്ടക്ട് ഒബ്ലിഗേഷൻ ആയിട്ട് ഫോളോ ചെയ്ത H.L.A.Hart H.L.A.Hart പറയുന്നതെന്ന് വെച്ചാൽ ലോ എന്ന് പറയുന്നത് കമാൻഡ് ഓഫ് ദ സോവറിൻ അല്ല, നേരെ മറിച്ച് ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഓഫ് കണ്ടക്ട്. ആൾക്കാർ എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് H.L.A.Hart കോൺസെപ്റ്റിൽ ലോ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ഒരു റൂളർ മാറി അടുത്ത റൂളർ കയറി വരുമ്പോഴത്തേക്കും കുറച്ച് റൂൾസായിട്ട് തന്നെ, പഴയ റൂൾസായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവും. സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന കാര്യങ്ങൾ ഹാബിച്വലായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതിനെ നമ്മൾ ഡിമോട്ടിവേറ്റ് അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു H.L.A.Hartനുണ്ടായിരുന്നത്. അങ്ങനെ റൂളായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റൂളായിട്ട് ആക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി, ഹ്യൂമൻ ഒബ്ലിഗേഷൻ കൊടുത്താൽ മതി എന്ന് പറയുന്നതായിരുന്നു H.L.A.Hartൻ്റെ തിയറി. ഓൾസോ ഡിവൈഡഡ് ഈ റൂൾസിനെ ഫെർദറായിട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി റൂൾസായിട്ട് ഫെർദറായിട്ട് ഡിവൈഡ് ചെയ്തു. പ്രൈമറി റൂൾസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ അതൊന്നും നോക്കണ്ട, അത് കമ്പൾസറി ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ്, ഇതാണ് പ്രൈമറി റൂൾസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതെന്ന് വെച്ചാൽ സെക്കൻഡറി റൂൾ വിച്ച് സപ്ലിമെൻറ്റ് ദ പ്രൈമറി റൂൾസ്. അതായത് ഇങ്ങനെ നടക്കുന്ന ആ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് ബ്രീച്ച് നടന്നിട്ടുണ്ടെങ്കിൽ കോമ്പൻസേഷൻ വരും എന്നുള്ളതാണ് സെക്കൻഡറി. അങ്ങനെ 2 ടൈപ്പ് റൂൾസാണ്. ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും കോമ്പിനേഷനാണ് ഒരു നല്ല ലോ എന്നാണ് H.L.A.Hart പറഞ്ഞു തരുന്നത്. ഈ സ്കൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ജൂറിസ്റ്റ് കെൽസൺ ആണ്. കെൽസൻ്റെ തിയറിയാണ് പ്യൂർ തിയറി. അപ്പോൾ എന്താണ് പ്യൂർ തിയറി എന്താണെന്ന് നോക്കാം. ലോസ് ആർ ഓട്ട് പ്രൊപ്പോസിഷൻസ് ഇൻ കെൽസൺസ് കോൺസെപ്റ്റ്, അതായത് നോംസ്. അതായത് നമ്മളിപ്പം മറ്റൊരാളുടെ വസ്തു സ്റ്റീൽ ചെയ്യരുത് അല്ലെങ്കിൽ തെഫ്റ്റ് നടത്തരുത് എന്നുള്ളത് മറ്റൊരാളുടെ വസ്തുവിൽ നിന്ന് നമുക്കൊരു അർഹതയില്ലാത്ത സാധനം ആസ്വദിക്കരുത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡോക്ടറിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതാണ് നോം. ഏത് ഡോക്ടറിനാണോ ബേസ് ആയി വരുന്നത് അതിനെയാണ് നോം എന്ന് വിളിക്കുന്നത്. സാങ്ഷൻ ഇസ് എ നെസസറി എലമെൻറ്റ് ഓഫ് ലോ സിമിലർ ടു ഓസ്റ്റീനിയൻ കോൺസെപ്റ്റ്. പക്ഷേ ആ സാങ്ഷൻ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന ഓസ്റ്റിൻ്റെ കോൺസെപ്റ്റിൽ റൂൾ ഓഫ് ലോയ്ക്ക് പുറത്ത് നിൽക്കുന്നതാണ്. പക്ഷേ കെൽസൻ്റെ കോൺസെപ്റ്റിൽ അത് മറ്റൊരു നോം തന്നെയാണ്, അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വേറൊരു നോമാണെന്ന് കെൽസൺ പറയുന്നു. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഓരോ ലീഗൽ നോമിനും ബാക്കിങ് കൊടുക്കുന്ന വേറൊരു ലീഗൽ നോം കാണും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഫാമിലി ട്രീ വരയ്ക്കുവാണെങ്കിൽ പുറകോട്ട് പോകുമ്പോഴത്തേക്കും ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഏത് ഫാമിലി മെമ്പറിൽ നിന്നാണ് ഇത് വന്നത് അല്ലെങ്കിൽ ഈ ഫാമിലി വന്നത് എന്നുപോലെ തന്നെ നമ്മൾ ലോയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ പുറകോട്ട് പോകുമ്പോഴത്തേക്കും ഒരു മോർ ജനറൽ ആയിട്ടുള്ള ഒരു നോമിലേക്ക് വരും. ആ നോമിനെയാണ് ഗ്രണ്ട് നോം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഗ്രണ്ട് നോം തിയറി എന്നും പറയാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷനും ക്രിമിനൽ ലയബിലിറ്റിക്കും ഒരേ ഫുട്ടിങ്ങിലാണ് നിൽക്കുന്നത് എന്നാണ് കെൽസൻ്റെ ഒരു ഐഡിയോളജി. ഒരെണ്ണം സിവിലും മറ്റേത് ക്രിമിനലുമാണ്. മറ്റൊരാൾക്ക് ഇൻജസ്റ്റിസ് ഉണ്ടാവരുത് എന്ന് പറയുന്ന ഒരു ഡോക്ടറിൻ്റെ അല്ലെങ്കിൽ നോമിൻ്റെ ബേസിസിലാണ് ഇത് രണ്ടും നിൽക്കുന്നത്. അങ്ങനെ തന്നെ നോക്കുവാണെങ്കിൽ മുനിസിപ്പൽ ലോയും ഇൻ്റർനാഷണൽ ലോയും എല്ലാം ഇതേപോലെ ഒരേ ഫുട്ടിങ്ങിൽ വന്ന് നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കുറേ കൺഫ്യൂസിങ്ങും ഇത് പുറകോട്ട് പോയി ഏത് നോമിൽ നിന്നാണ് വന്നത് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള ട്രേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടും. അങ്ങനെ പുറകോട്ട് പോകുമ്പോൾ പല ആൾക്കാരും അവരുടേതായിട്ടുള്ള ക്രിയേറ്റീവ് ടച്ചസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഇതിനകത്ത് കുറച്ച് ഇമ്പ്യൂരിറ്റി വന്നിട്ട് ഇതിൻ്റെ പ്യൂരിറ്റി പോവും. പ്യുവർ ലോ എന്നാണ് പറയുന്നത്. പ്യുവർ ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് അതേപോലെ അങ്ങോട്ട് അധികം ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടത്തരുത്, അതേപോലെ അങ്ങോട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അതിവിടെ നടക്കാതിരിക്കുകയും അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് കുറേ അധികം ക്രിറ്റിസിസം വരികയും ചെയ്തു. ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ്സ് ഡിറൈവ് ദ ഫോഴ്സ് ഫ്രം ഗ്രണ്ട് നോം ആണോ അത് ഗ്രണ്ട് നോമിൽ നിന്നാണോ പിന്നീട് ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഇവിടെ കുറച്ചൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കെൽസൻ്റെ ഇടയ്ക്ക് ആ ഡൗട്ട് കുറേ ജൂറിസ്റ്റുമാർ ചോദിച്ചപ്പോഴത്തേക്കും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഓപ്പൺ ആക്കി വിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു സ്പേസ് ഓപ്പൺ ആക്കി വിട്ടത് കൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ ക്രിറ്റിസിസവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അനലിറ്റിക്കൽ സ്കൂൾ. താങ്ക് യു ഫോർ വാച്ചിങ്.